അന്ന് തീപിടുത്തമുണ്ടായ ആ കാലഘട്ടത്തിൽ അയ്യപ്പന്റെ വിഗ്രഹത്തിന് ക്ഷതമേൽക്കുന്നുണ്ട്. അത് രൂപമാറ്റം വരുത്തിയിട്ട് മണിയായിട്ട് സൂക്ഷിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 18ാം പടി കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതുമില്ല. അതായത് ഈ പറയുന്ന കാര്യം ഒരു കല്ലാണോ അല്ലെങ്കിൽ അതിന്റെ എന്ത് സാധനം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ അതിനുള്ളതല്ല. അതിന്റെ നമ്മളിപ്പോ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു മതിപ്പ് വിലയുണ്ട്, മൂല്യമുണ്ട്. അതിന്റെ ഒരു പഴക്കം കാര്യങ്ങളും ഒക്കെയാണല്ലോ. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കാണാനില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. മണി ഉൾപ്പെടെയുള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് മൂല്യം എന്ന് പറഞ്ഞാൽ കോടികളാണ്. അതിനകത്ത് കോടികളാണ്. ഈ പഴക്കത്തിനാണ്, അല്ലെങ്കിൽ ഇന്നടത്തിരുന്ന സാധനത്തിനാണ്, അതിനാണ്. അപ്പം ആയിരക്കണക്കിന് കോടി കിട്ടും. ആയിരക്കണക്കിന് കോടി കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുള്ളപ്പോൾ 4-5 കോടിക്കകത്ത് ഇതിനകത്ത് ഇടപെടാൻ സാധ്യതയുള്ളവരല്ല തന്ത്രി, അല്ല മന്ത്രി, അല്ല ജയറാം. അതാണ് ഇതിനകത്തെ വിഷയം. മാത്രവുമല്ല, ഇതിനകത്ത് ഇപ്പോഴല്ല ഈ കൊള്ളയല്ല, ഈ കൊള്ളയ്ക്കകത്ത് കുറേ പേരെ മാത്രം ഒരുപക്ഷെ കോടതി നോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രം ഇത്രയും പേരെ കാര്യം വിശദമായിട്ട് അന്വേഷിച്ച് അവരുടെ പങ്കാളിത്തം മാത്രം വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അവർ മൊഴി കൊടുക്കുന്ന ആൾക്കാർ ചില ആൾക്കാരാകുമ്പോൾ, ജയറാം ആകുമ്പോൾ, തന്ത്രിയാകുമ്പോൾ തന്ത്രി ഒന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ജയറാം ഒന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ലേ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ കൂട്ടുപ്രതിയെങ്കിലും ആകാൻ പറ്റുമല്ലോ. എന്നിട്ട് പോലും അത് സാധ്യമല്ലാതാക്കുന്ന, രക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട നേതാവ് ഈ ആരോപണം ഒരുപക്ഷെ മറച്ചു പിടിച്ചാൽ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം BJP ഉപയോഗപ്പെടുത്താതെ പോയാൽ അവസാനം BJPക്ക് നാളെ കാലത്തെ ഇതിനകത്ത് പങ്കുണ്ടെന്ന് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കണ്ടാണ് ഈ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറത്ത് ആ അന്വേഷണം പോരാ. SITയുടെ അന്വേഷണത്തിനകത്ത് ഇതുപോലെയുള്ള പോരായ്മകളുണ്ട്. ആരും സാധാരണക്കാരൻ പോലും അവരുണ്ടാകത്തില്ലേ, അവരില്ലാതെ നടക്കത്തില്ല. തന്ത്രി ഉണ്ടാകത്തില്ലേ, തന്ത്രി ഇല്ലാതെ നടക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ ജയറാം ഇതിനകത്ത് എന്തിനു വന്നു, ജയറാമിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജയറാം ഇല്ലാതെ നടക്കത്തില്ലല്ലോ. ജയറാം 150 രൂപ ഒരു കൊടുത്താണ് ഇത് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഇത് CBI അന്വേഷണം എന്ന് വേണ്ടി വരുന്നത്. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്ന തലത്തിൽ നിന്ന് ഇതിനകത്ത് നിന്ന് വിശാലമായ അന്വേഷണം വരും. ദീർഘമായിട്ടുള്ള ഇതിൻ്റെ കൊള്ള അന്വേഷിക്കേണ്ടി വരും. ഈ കാർട്ടൽ അല്ലെങ്കിൽ ഈ കൊള്ളയുടെ പിറകിലുള്ള നിസ്സാരക്കാരെ വെച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാർ വരും, അല്ലെങ്കിൽ അങ്ങനെ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് എന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.